ഷാനവാസ് ജിസേലിനോട് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അക്ബർ ജിസേലിനെ നോക്കണ നോട്ടം ശരിയല്ല. അങ്ങനെ ഒരു നോട്ടം നോക്കണത് ഷാനവാസ് കണ്ടു. ഇവിടെ ഷാനവാസ് എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ ജിസേലിനെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുക എന്നാവും ഉദ്ദേശിക്കുന്നുണ്ടാവുക. എന്തായാലും അത് വെറുതെ പറയാൻ സാധ്യതയില്ല. കാരണം ഷാനവാസ് അങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന ആളായിട്ട് തോന്നിയില്ല. പക്ഷേ ഷാനവാസ് അത് പറയേണ്ടിയിരുന്നില്ല. കാരണം ഷാനവാസിന് അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഒരു പഴയ ചിന്താഗതിക്കാരനാണ് എന്ന് പുറത്ത് പറയുന്നുണ്ട്. പക്ഷേ ഷാനവാസ് അക്ബറിനും ശരത്തിനും എതിരെ കളിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം പോസിറ്റീവ് റെസ്പോൺസാണ് ഷാനവാസിനുള്ളത്. അതുപോലെ തന്നെയാണ് അനുമോൾക്കുമുള്ളത്. കാരണം ഇപ്പോൾ നെഗറ്റീവായി നിൽക്കുന്നത് അക്ബറും ശരത്തും തന്നെയാണ്. അവർ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നു, പക്ഷെ അതൊന്നും സക്സസ് ആവുന്നില്ല. അതിനെതിരെ നിൽക്കുന്ന രണ്ട് ശക്തമായ ആൾക്കാർ, അനീഷുമുണ്ട്, രണ്ട് ശക്തമായ ആൾക്കാർ ഷാനവാസും അനുമോളുമാണ്. ഇപ്പോൾ തന്നെ കമൻസൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ അറിയാം, ഷാനവാസിനും പോസിറ്റീവാണ്, അനുമോൾക്കും പോസിറ്റീവാണ്. അനുമോളും ഷാനവാസും ഇതുപോലെ ഒറ്റയ്ക്ക് അവർക്കെതിരെ കളിച്ച് ഫൈനൽ 5 വരെ എത്താൻ നല്ല സാധ്യതയുണ്ട്. ഷാനവാസിന് എന്തൊക്കെയോ ശരത്തിനെതിരെ പറയാനുണ്ട്. അതൊക്കെ ബിൻസിയുമായി ബന്ധപ്പെട്ടതായ കാരണം ആൾ ഒതുക്കി വെച്ച് പറയാതിരിക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്.